മുഖ്യമന്ത്രി ഏതൊക്കെ വകുപ്പുകളാണ് റോഷി ഒന്നുകൂടി പറയാമോ? ധനം ഒപ്പം തുറമുഖം കൂടിയുണ്ടോ? വിനിത, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുഭരണം, ധനകാര്യം, സമാനമായി തന്നെ തുറമുഖം വലിയ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ്. കാരണം ഒരുപക്ഷെ രാജ്യത്തിന് തന്നെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറുന്ന ഘട്ടത്തിൽ തുറമുഖ വകുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനൊപ്പം തന്നെ INPRD വകുപ്പ് കൂടെ സാധാരണഗതിയിൽ ഈ വകുപ്പൊക്കെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ പ്രത്യേകത ധനകാര്യ വകുപ്പ് കൂടി മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ശരി, ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും നമുക്ക് വ്യക്തത വരണം. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നെന്ന കൗതുകം കൂടി ഉണ്ടാകും അല്ലേ റോഷിപ്പാൽ? സ്വാഭാവികമാണ്. മുഖ്യമന്ത്രി അതിൽ ബജറ്റ് അവതരിപ്പിക്കും. നേരെ വൈകാതെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി അവതരിപ്പിക്കും. അത് നിയമസഭാ സമ്മേളനം 29-ന് തുടങ്ങുകയാണ്. ആ സമ്മേളനത്തിൽ നയപ്രഖ്യാപനം ഉണ്ടാകും. പിന്നാലെ മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയായി അവിടെ ബജറ്റ് അവതരിപ്പിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് നേരത്തെ തന്നെ വി.ഡി. സതീശൻ എന്ന നിയമസഭാ സാമാജികന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ അതിൽ ഗവേഷണം നടത്താൻ താല്പര്യമുള്ള ഒരു വകുപ്പ് കൂടിയായിരുന്നു ധനകാര്യം. കാരണം നമ്മൾ പലപ്പോഴായി തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായപ്പോൾ അധികമായി ഈ ധനകാര്യ വിഷയത്തിൽ, അത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പിന്നീട് അത് ധനകാര്യ സ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു വാഗ്വാദത്തിന് വി.ഡി. സതീശൻ തയ്യാറായിരുന്നു. പിന്നീട് നിയമസഭയിൽ പല ഘട്ടങ്ങളിലായി വി.ഡി. സതീശൻ സംസാരിച്ച വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിശോധിച്ചാൽ അത് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിലെപ്പോഴും വാർത്താ സമ്മേളനം നടത്തുമ്പോഴൊക്കെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തി ഒരു ഗവേഷണം ആ കാര്യത്തിൽ എപ്പോഴും വി.ഡി. സതീശൻ നടത്തുന്നു എന്നത് അത് കൗതുകകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ സർക്കാർ, UDF സർക്കാർ വന്നാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ധനകാര്യ വകുപ്പായിരിക്കുമെന്ന് പൊതുവെ എല്ലാവരും വിലയിരുത്തിയിരുന്നു. അത് അദ്ദേഹത്തിന് ആ വകുപ്പിൽ ഒരു അഭേദ്യമായ ഒരു ബന്ധം, അല്ലെങ്കിൽ അതിൽ വലിയ താല്പര്യമുണ്ട്. ആ വിഷയം പഠിക്കാനും ആ വിഷയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും. കാരണം ഈ സ്ഥലത്ത് ഇപ്പോൾ വാർത്താ സമ്മേളനം നടക്കുന്ന ഇടത്ത് UDFന്റെ ചെയർമാനായിരുന്ന ഘട്ടത്തിൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ എപ്പോഴും, എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചാണ്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്, ധനവകുപ്പിനാണെന്ന് ആവർത്തിച്ച് എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും പ്രതിപക്ഷ നേതാവ് പറയുമായിരുന്നു. അത് പറയാൻ കാരണങ്ങളും അദ്ദേഹം നിരത്തുമായിരുന്നു. അതിൽ ഒരു പ്രധാന കാരണം GST ആണ്. GST പൂർണ്ണ പരാജയം, നികുതി പിരിവ് കൃത്യമായി നടക്കുന്നില്ല. പ്രത്യേകിച്ച് ജ്വല്ലറി, സ്വർണ്ണാഭരണ വിൽപ്പന മേഖലയിലുള്ള നികുതി ചോർച്ചയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് കൃത്യമായി. വലിയ നികുതി വെട്ടിപ്പ് സംസ്ഥാനത്ത് നടക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നിരന്തരമായി വി.ഡി. സതീശൻ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശന് കൃത്യമായി അറിയാം എവിടെയാണ് നികുതി ചോർച്ച സംഭവിക്കുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളും വി.ഡി. സതീശന് ഈ GSTയിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ടായിരുന്നു. കാരണം അതിന് കൃത്യമായ സോഴ്സ് വി.ഡി. സതീശന് ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആധികാരികമായി നികുതി ചോർച്ചയുടെ സാധ്യതകൾ അക്കമിട്ട് നിരത്താൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി.ഡി. സതീശന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ധനകാര്യ മന്ത്രിയായി മാറാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി കൂടിയായി വി.ഡി. സതീശന് സാധിച്ചേക്കും എന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് ഇതിൽ ഒരു വകുപ്പല്ല, മുഖ്യമന്ത്രിയുടെ കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ മുഖ്യമന്ത്രി അത് രമേശ് ചെന്നിത്തല കൈമാറിയെങ്കിൽ പോലും പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പും അതുപോലെ തന്നെ പൊതുഭരണ വകുപ്പും തുറമുഖ വകുപ്പും ഒക്കെ വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്നു.